നാം ഇന്ന് അല്പനിമിഷം ചിന്തിക്കുന്നത് തലമുറയെക്കുറിച്ച് ദർശനം പ്രാപിക്കുക എന്നുള്ളതാണ്. തലമുറയെക്കുറിച്ച് ദർശനം പ്രാപിക്കുക. ദർശനമുള്ള മാതാപിതാക്കളിൽ നിന്ന് മാത്രമേ ദർശനമുള്ള തലമുറ എഴുന്നേൽക്കുകയുള്ളൂ. പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ വെസ്ലിയുടെയും ചാൾസ് വെസ്ലിയുടെയും അമ്മയായിരുന്ന സൂസന്ന വെസ്ലി, അവർക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവരൊരു കൃത്യസമയം ഓരോ കുഞ്ഞിനു വേണ്ടിയും മാറ്റിവെക്കുമായിരുന്നു. ഓരോ ദിവസം ഓരോ കുഞ്ഞിന്റെ കൂടെ അല്പസമയം ചെലവഴിക്കുകയും അവരുടെ ഒരു കൊച്ചു പ്രാർത്ഥനാ മുറി ഉണ്ടായിരുന്നു. ആ മുറിക്കുള്ളിൽ അമ്മ എത്ര തിരക്കുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മുഴങ്കാലിലിരുന്ന് കരയുണ്ടായി. ആ മക്കളിൽ ദൈവം രണ്ടുപേരെ അതിശക്തമായ നിലയിൽ ഉപയോഗിപ്പാനിടയായി. കാലഘട്ടത്തിൽ ഏറ്റവും ശക്തിയോട് ദൈവം ഉപയോഗിച്ച പല മിഷണറിമാരിൽ ഒരാളായിരുന്നു ജോൺ വെസ്ലി. ജോൺ വെസ്ലി 30,000-ലധികം ആളുകളെ പിൽക്കാലത്ത് സ്നാനപ്പെടുത്താനിടയായി. തന്റെ സഹോദരനായിരുന്ന ചാൾസ് വെസ്ലിയെ ദൈവം ഉപയോഗിച്ചത് ഗാന ശുശ്രൂഷയിലേക്കാണ്. 2500-ൽ പരം ഗാനങ്ങൾ അദ്ദേഹം രചിപ്പാനിടയായത്. ഒരു എഴുത്തുകാരൻ ഇങ്ങനെയാണ് എഴുതിയത്: ദൈവസന്നിധിയിൽ തലമുറയ്ക്ക് വേണ്ടി കരയുന്ന ഒരു സൂസന്ന വെസ്ലി വീട്ടിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിൽ നക്ഷത്രങ്ങളെ പോലെ ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയും ശോഭിച്ചതുപോലെ അവരുടെ മക്കളും ശോഭിക്കും. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ മക്കൾ കർത്താവിന്റെ കരങ്ങളിൽ ശോഭിക്കണം എന്നുണ്ടെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നത് കൊടുത്തുകൊണ്ട് മാത്രം നടക്കില്ല. വിലപ്പെട്ടത് നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം വളരെ വില കൊടുക്കട്ടെ. ഏത് ദൈവമഹത്വവും നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ, കുടുംബജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ, തലമുറയിൽ വെളിപ്പെടണമെങ്കിൽ വളരെ നല്ല പേ കൊടുത്തേ പറ്റും. വളരെ വില കൊടുക്കണം, വളരെ വില കൊടുക്കണം. ഒരിക്കൽ ഒരു മാതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, എന്റെ കുഞ്ഞെ ദൈവത്തിന്റെ കരങ്ങളിൽ ശോഭിക്കുന്നത് കാണാൻ എനിക്ക് ഭാഗ്യം നൽകണം. ആ മാതാവ് അനേക വർഷങ്ങൾ കരഞ്ഞു, പ്രാർത്ഥിച്ചു. പക്ഷെ മോന്റെ ആഗ്രഹം ഇതായിരുന്നു: കപ്പലിൽ ജോലി ചെയ്യണം. അപ്പോൾ അമ്മയുടെ പ്രാർത്ഥന ദൈവഹിതത്തിന് വേണ്ടി ദൈവകരങ്ങളിൽ ശോഭിക്കാനുള്ള ആഗ്രഹമായിരുന്നു. അമ്മ നല്ല കുഞ്ഞാണ്. പക്ഷെ ഒരു ദിവസം ഭക്ഷണമേശയിൽ ഇരുവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ അമ്മ പറഞ്ഞു: മോനെ, എന്റെ ആഗ്രഹം മോൻ ലോകപ്രകാരം വലിയ ആളാകണമെന്നുള്ളതല്ല. എന്റെ ആഗ്രഹം മോൻ ദൈവത്തിന്റെ കൈകളിൽ ശോഭിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു അമ്മ. അപ്പോൾ ആ അമ്മയോട് മോൻ പറഞ്ഞു: അമ്മ, എനിക്ക് കപ്പലിൽ ജോലിക്കാരനാകണം, അതാണ് എന്റെ ആഗ്രഹം. അമ്മയൊന്നും പറഞ്ഞില്ല. സ്തോത്രം. അപ്പൊ അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മോൻ പ്രാർത്ഥിക്കും: കർത്താവേ, അമ്മ എന്റെ ഇഷ്ടത്തിനെതിരെയാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അമ്മയുടെ ദൈവം എൻ്റെ യേശുവപ്പയാണ്, അതുകൊണ്ട് എനിക്ക് കപ്പലിലെ ജോലിയാണ് ഇഷ്ടം. സ്തോത്രം. കുറെ നാളുകൾ പോയി. അവൻ കപ്പലിലെ തൊഴിൽ പഠിപ്പാനിടയായി. കപ്പലിൽ അവന് ജോലി കിട്ടി. അമ്മയ്ക്ക് സന്തോഷമാണെങ്കിലും
പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടാഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ഒരു ചെറിയ പ്രയാസം തരും. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ മോന്റെ മറ്റൊരു എഴുത്ത് കിട്ടി. അമ്മേ, ഞാനിപ്പോൾ ജോലിയോടൊപ്പം കപ്പലിൽ ദൈവത്തിന്റെ വേലയും ആരംഭിച്ചു. പ്രൈസ് ഗോഡ്. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നിയോഗം ലഭിച്ച വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കൊള്ളണം. ഒരിക്കൽ പ്രാർത്ഥിച്ച് തുടങ്ങിയെങ്കിലും വിഷയങ്ങൾ താളം തെറ്റുന്നത് പോലെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയാലും പ്രാർത്ഥന ഒരിക്കലും നിർത്തരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്ന സമയം വരെ, അല്ലെ ആ നിയോഗം നിലയ്ക്കുന്നിടം വരെ വേണം ആ പ്രാർത്ഥന തുടരാൻ. എൻ്റെ നാട്ടിൽ ഇടമൺ വില്ലേജ്, പുനലൂരിന് കിഴക്ക് 10 കിലോമീറ്ററിനപ്പുറത്താണ് ഇടമൺ എന്ന സ്വദേശം. റാന്നി ഒരു ഇടമണുണ്ട്. ആ ഇടമൺ അല്ല ഞാൻ പറയുന്നത്. ഞാൻ ജനിച്ചു വളർന്ന നാടിന്റെ കാര്യം പറയാം. കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയ നിയോഗം ആദ്യം യെരുശലേമിൽ കർത്താവിനെ സാക്ഷിക്കണമെന്നാണ്. ഞാൻ എൻ്റെ ആ ദേശത്ത് നിന്ന് ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളിലുള്ള ഒരു വീട് പോലും ഇല്ലാതെ സകല വീടും ഞാൻ അരിച്ചു പറക്കി സന്ദർശിച്ചു. അവിടുന്ന് കിഴക്കോട്ട് യാത്ര ചെയ്ത് ഒറ്റക്കൽ വരെയുള്ള വീടുകളിലേക്ക് യാത്ര ചെയ്തു. അതിന് ചുറ്റുവട്ടമായി ഇങ്ങനെ ഉറുകുന്ന് കോളനി ജംഗ്ഷന്, അതുവഴി ഇങ്ങനെ കയറി 17, ഇങ്ങനെ ഉദയഗിരി, അങ്ങനെ യാത്ര ചെയ്ത് ഇടമൺ സത്രമുക്ക്, വെള്ളിമല, ഇങ്ങനെ കറങ്ങി യാത്ര ചെയ്ത് ഹൈസ്കൂളിൻ്റെ അവിടെ ആ ഏരിയകളിലെല്ലാം പോയി ആയിരുന്നല്ലൂർ എണ്ണപ്പന പ്ലാന്റേഷൻ, ഇങ്ങനെ ചുറ്റുവട്ടമുള്ള നിരവധി വീടുകളിൽ ഒരു വീട് പോലും ഇല്ലാതെ അരിച്ചു പറക്കി ഞാൻ ട്രാക്ട് നൽകി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു 500-ലധികം, 526 വീടാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, അത്രയും വീടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 25 വർഷം എന്നെ ദൈവം നിർബന്ധിച്ചു. 25 വർഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ നിയോഗം നിലച്ചു. പിന്നീട് ഞാൻ അങ്ങനെ പേഴ്സണലി ആ വീടുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ദേശത്തിന് വേണ്ടി സ്തോത്രം ചെയ്തു പോകും. എന്നാൽ പിൽക്കാലത്ത് ഞാൻ പ്രാർത്ഥിച്ച അനേകം പ്രിയപ്പെട്ടവർ കർത്താവിനെ അറിഞ്ഞു എന്ന് കേൾപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. വളരെ താഴ്മയോട് പറയാം, കണ്ണുനീരോട് വിതച്ചെങ്കിൽ നിങ്ങൾ ആർപ്പോട് പോയി. ഇന്നും എനിക്ക് മറക്കാൻ കഴിയാത്തൊരു ഓർമ്മയുണ്ട്. എൻ്റെ പിതാവിനെ പഠിപ്പിച്ച ഒരു ഓർത്തഡോക്സ് വൈദികന്റെ സഹധർമ്മിണിയുടെ അടുക്കൽ ഞാൻ ചെന്നു. അന്ന് ഓർത്തഡോക്സിലെ വൈദികനും അവിടെ ഉണ്ട്. 42 അച്ഛനെന്നൊക്കെയാണ് ഞങ്ങൾ അറിയുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട ആ ചൂടിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ആരെ കണ്ടാലും ഞാൻ കൈക്ക് പിടിച്ച് എന്നെ 2 തല്ല് തല്ലിയാലും പറയും. അന്ന് എനിക്ക് പറയാൻ ഇത്രേ അറിയത്തുള്ളൂ: രക്ഷിക്കപ്പെടണേ, സ്നാനപ്പെടണേ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണേ, കർത്താവ് വരുമ്പോൾ പോണമെങ്കിൽ ഇത് ചെയ്തേ ഉള്ളൂ. ഞാൻ ഏതാണ്ട് 50 വർഷത്തോളം ഓർത്തഡോക്സിൽ വൈദികനായിരുന്ന ആ അച്ഛൻ്റെ അരികിൽ ചെന്നു. അച്ഛൻ എപ്പോഴും മുറുക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ വലിയ സന്തോഷമായി. എന്തിനാ ചെന്നേന്ന് അവർക്ക് അറിയത്തില്ല. അവരുടെ സഹോദരങ്ങളുടെ 5.5 ഏക്കർ വയലും ഒക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ മേടിച്ചായിരുന്നു. പ്രത്യേക സന്തോഷമാണ് ഞങ്ങളോട്. പക്ഷെ ഞാൻ ചെന്നിട്ട് അച്ഛൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു: അച്ചോ, രക്ഷിക്കപ്പെടണേ, സ്നാനപ്പെടണേ, പരിശുദ്ധാത്മാവിനെ അഭിഷേകം പ്രാപിക്കണേ. എന്നോട് പറഞ്ഞു: എടാ ഉദേശി, നീ ഉദേശിയായോ? പെന്തിക്കോസിൽ പോയോ? എടാ, ഞാൻ അച്ഛനാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞ: അച്ഛ മുറുക്കി തുപ്പിക്കൊണ്ട് നടന്നാലൊന്നും സ്വർഗത്തിൽ പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. അച്ഛനും ഞാനുമായിട്ട് എനിക്കന്ന് ദൈവവചനം പങ്കുവയ്ക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ അടങ്ങാതെ ദൈവത്തിനെ കരയും, അതേ എനിക്ക് അറിയത്തുള്ളൂ.
ഇപ്പോഴും കരയുന്നതിൽ കുറവല്ല. സ്തോത്രം. അവസാനം അച്ഛൻ എന്നോട് ചൂടായി, നിനക്ക് നല്ല പൊട്ടിയിട്ട് ഞാൻ തരുമെന്നോ. ഞാൻ പറഞ്ഞ, അച്ഛൻ പൊട്ടിയാച്ചാലും അച്ഛൻ സ്വർഗത്തിൽ പോകണം. ഞാനില്ലേ വയലട്ട പിടിച്ചു കിടക്കുന്ന മാതിരി പിടിവിടാതെ ഇരിക്കാം. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛോ ഞാനിന്ന് പ്രാർത്ഥിച്ചോട്ടെ? എടാ, നിന്റെ അപ്പനെ പഠിപ്പിച്ച എന്റെ ഭാര്യ, നീ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. കാരണം അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞു. അപ്പം അച്ഛന്റെ സഹധർമ്മിണി പറഞ്ഞു, അച്ഛൻ വഴക്ക് പറയണ്ട, മോനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. സ്തോത്രം. എന്നാ നിനക്ക് അത്ര വെപ്രാളമാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ കർത്താവേ, അങ്ങയുടെ വേല ചെയ്യുന്ന നിന്റെ ദാസൻ രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും അഭിഷേകം പ്രാപിക്കാനും ഒക്കെ ഇടയാക്കണേ. ഈ കുടുംബത്തിൽ നിന്ന് എന്റെ ദൈവം അങ്ങേ അറിഞ്ഞ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ മക്കളിൽ നിന്ന് ആളുകളെ വേർതിരിക്കണമേ എന്നിങ്ങനെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് ചിരിയും വരുന്നുണ്ട്, കാരണം എൻ്റെ ആവേശമൊക്കെ കണ്ടപ്പോൾ. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ആ അച്ഛനും അമ്മയൊക്കെ പിന്നീട് മരിച്ചുപോയി. ഏതാണ്ട് 25 വർഷം ഞാൻ ആ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ അവിചാരിതമായിട്ട് ഒരു കൺവെൻഷൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനല്ല, അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു സഹോദരി സാക്ഷ്യം പറയുന്ന കേൾപ്പാനിടയായി. അപ്പൊ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ആരാ? ഈ അച്ഛന്റെ മോള. ദൈവത്തിന് സ്തോത്രം. തലമുറയെക്കുറിച്ച് ദർശനം പ്രാപിക്കുക. നിങ്ങൾ വിതച്ചു തുടങ്ങുക. ഒരു ഓപ്പണിങ്ങും ഇല്ലെന്ന് നമുക്ക് തോന്നിയാലും, ഒന്നും നടക്കത്തില്ല എന്ന് വിചാരിച്ചാലും, ഒരു പോസിബിലിറ്റിക്കും സാധ്യതയില്ലെന്ന് തോന്നിയാലും, prayer can change things. സ്ഥിതികൾക്കൊക്കെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരുത്താൻ കഴിയും. അതോറിറ്റിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പലതും ഷേക്ക് ചെയ്യപ്പെടും. അതോറിറ്റിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പലതും റിലീസ് ചെയ്യപ്പെടും. അതോറിറ്റിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പലരുടെയും കണ്ണുകൾ തുറക്കപ്പെടും. അതോറിറ്റിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയ വിശപ്പ് ദേശത്തുണ്ടാകും. ആമോസ് 8:11 പറയുന്നു, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനത്തെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് ഞാൻ ദേശത്തയക്കുന്ന നാൾ വരുന്നു. Somebody can read. Praise God. ആമോസ് 8:11 മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്ന് ശ്രദ്ധിച്ചാലും എന്തെഴുതിയിരിക്കുന്നു? Praise God. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, പിന്നെ വെള്ളത്തിനായിട്ടുള്ള അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്നു, നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഒരു മകൻ എഞ്ചിനീയറാണ്. ഞാനിങ്ങനെ വിശ്വാസത്തിലൊക്കെ വന്ന് കർത്താവിന്റെ വേലയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ എന്നെ വിളിച്ചിട്ട് സിനു പേര്. യെസ്, അഞ്ചു, യു ക്യാൻ റീഡ് പ്ലീസ്. Amos chapter 2 verse ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? Chapter 8 verse 11. The time is surely coming, says the Lord God, when I will send a famine on the land, not a famine of bread or a thirst for water, but of hearing the words of the God. They shall wander from sea to sea and from north to east. They shall run to and fro, seeking the word of the Lord, but they shall not find it. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ ദേശത്ത് മഴ അയക്കുന്ന നാൾ വരുന്നു, വിശപ്പയക്കുന്ന നാൾ വരുന്നു. നമ്മൾ വായിക്കുന്നു സഖരിയ പ്രവാചകന്റെ പുസ്തകത്തിലെ ഭാഗം കൂടെ എടുത്താൽ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് രണ്ട് കാര്യം ചിന്തിക്കാം. പിന്മഴയുടെ കാലത്ത് യഹോവയോട് അപേക്ഷിക്കും. എടുത്തവർക്ക് വായിക്കാം. അവൻ ആകാശത്തിൽ
മിന്നൽ പിണറുകളെ അയക്കുന്നുവല്ലോ. സക്രിയ പ്രവാചകൻ പിൻമാറ്റത്തിന്റെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. ആ യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. 10-ാമത്തെ അവൻ അധ്യായം 1-ാം വാക്യം. സക്രിയ chapter 10 verse 1. പിന്മഴയുടെ കാലത്ത്. ഓക്കെ, അഞ്ചു. Ask rain from the Lord in the season of spring rain from the Lord, who makes a storm cloud, who gives showers of rain to you, the vegetation in the field to everyone. Amen. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, തലമുറയെക്കുറിച്ച് ദർശനം പ്രാപിക്കണം. Praise God. ഒന്ന് വളമാകാതെ മറ്റൊന്ന് ഊർജത്തോടെ കിളിർക്കുകയില്ല. ഒന്ന് വളമാകാതെ മറ്റൊന്ന് പുഷ്ടിയോടെ കിളിർത്തു വരികയില്ല. വില കൊടുക്കുവാൻ ദർശനം പ്രാപിച്ച ഒരു തലമുറ എഴുന്നേൽക്കുമ്പോൾ മാത്രമേ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ മുളച്ചു വരികയുള്ളൂ. ദർശനം പ്രാപിച്ച ഒരു ജനറേഷൻ എഴുന്നേറ്റെങ്കിൽ മാത്രമേ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുകയുള്ളൂ. എനിക്ക് നിശ്ചയമായി അറിയാം, ഓൺലൈൻ സെമിനാരി പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളിൽ മിക്ക ആളുകളുടെയും ഉള്ളിൽ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള പെയിൻ നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. ആ ആത്മീയ വേദനയാണ് ദൈവസന്നിധിയിൽ കൂടുതൽ അടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം. ഈ രണ്ട് സ്ഥലത്തും പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള വിശപ്പ് അയക്കുന്ന നാൾ വരും. If somebody will pray, definitely ഒരു വിസിറ്റേഷൻ ഉണ്ടാകും. ഞാൻ പറയുന്നു, ഈ ബന്ധനത്തിന്റെ വലിപ്പമൊന്നും കണ്ടൊന്നും ദൈവമക്കൾ പേടിക്കരുത്. നമുക്കറിയാലോ, ശിംശോന്റെ ശരീരത്ത് കെട്ടിയത് വടം പോലുള്ള കയറായിരുന്നു. പക്ഷേ അവൻ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അതവന്റെ ശരീരത്ത് നിന്ന് തീയിൽ തൊട്ട ചണനൂൽ പോലെ ദ്രവിച്ചു പോയി. പത്രോസിന്റെ കാൽകരങ്ങൾ ചങ്ങലയിലിട്ട് ആമത്തിലിട്ട് പൂട്ടിയതായിരുന്നു. ഇനി ആയുസ്സിൽ ഒരു വിടുതലില്ലെന്ന് അതിനർത്ഥം. പക്ഷേ ദൈവദൂതൻ ജയിലിനുള്ളിൽ ഇറങ്ങി, ആ അറയ്ക്കുള്ളിൽ ഇറങ്ങി വിലാപ്പുറത്ത് തൊട്ടപ്പോൾ അവന്റെ ചങ്ങല അഴിഞ്ഞ് താഴെ വീണെന്നാണ് എഴുതിയിരിക്കുന്നു. ആത്മീയൻ, പ്രാർത്ഥിക്കുന്നവൻ, ദർശനമുള്ളവൻ, കാഴ്ചപ്പാടുള്ളവൻ, നിയോഗം പ്രാപിച്ചവൻ ചങ്ങലയുടെ വലിപ്പം കണ്ട് ഭയപ്പെടുന്നില്ല. ബന്ധനത്തിന്റെ വലിപ്പം കണ്ട് ഭയപ്പെടുന്നില്ല. He know. പോൾ പറഞ്ഞതുപോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ മോർണിംഗിൽ നിങ്ങളുടെ ഉള്ളം കർത്താവിൽ ധൈര്യപ്പെടണം. നിങ്ങളുടെ തലമുറ എത്ര സ്ട്രോങ് ഹോൾഡിലാണെങ്കിലും, എത്ര ദുസ്വഭാവങ്ങളുടെ അറകളിൽ ബന്ധിതരാണെങ്കിലും, ദൈവസന്നിധിയിൽ നിന്ന് എത്ര മൈലുകൾ ദൂരത്താണെങ്കിലും, യേശുവിന്റെ നാമത്തിൽ ഈ മോർണിംഗിൽ ഞാൻ നിങ്ങളോട് താഴ്മയോടെ പറയാം, എക്സസൈസ് ദ ഡിവൈൻ അതോറിറ്റി. ആത്മാവിൽ ഈ സ്വർഗീയ അധികാരം നിങ്ങൾ റിസീവ് ചെയ്ത് ഉപയോഗിക്കാൻ തയ്യാറാകണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധിക്കും, ആത്മാവ് നിങ്ങളെ ഹേമിക്കും, അതിനൊരു നിയോഗം തരും. ആ നിയോഗത്തിൽ ദൈവപ്രവൃത്തി നടന്നിരിക്കും. നമുക്കറിയാം, നമ്മുടെ വാത്സല്യ ജിബിയുടെ ഇളയ കുഞ്ഞ് ഏതാണ്ട് എത്ര മാസത്തോളം കഷ്ടമനുഭവിച്ചു മോളെ? 2 മാസത്തോളം. 2 മാസം. ഇപ്പോഴെങ്ങനെയുണ്ട്?
ഇല്ല പാസ്റ്റർ, ആ പാട് മാത്രമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. ആ കുഞ്ഞിന്റെ ശരീരം മുഴുവൻ ഒരു വ്രണം നിറഞ്ഞ അനുഭവത്തിലേക്ക് പോവുകയായിരുന്നു. സ്കിന്നെല്ലാം അപകടകരമായി മാറി. അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇത് രോഗമല്ല, ഇത് രോഗാത്മാവാണ്. പ്രൈസ് ഗോഡ്. നീണ്ട ദിവസങ്ങൾ പോരാടി. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ഒന്ന് ബ്രേക്ക് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാനിങ്ങനെ ഈ കട്ടിലിൽ ക്ഷീണിച്ച് ഇങ്ങനെ കിടക്കുക. ദൈവാത്മാവിനോട് പറഞ്ഞു, വേഗം ആ കുഞ്ഞിനെ വേണ്ടി നീ പ്രാർത്ഥിക്കും, ഞാൻ ആ കുഞ്ഞിനെ സൗഖ്യമാക്കാം. പെട്ടെന്ന് ഞാൻ പ്രൈസ് ഗോഡ് എലിസബത്തിനെയും സന്തോഷിനെയും വിളിച്ചു, മക്കളെ വേഗം ഓൺലൈനിൽ വാ, ജിബിയുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാ നിർബന്ധിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ സുമി കയറിയപ്പോൾ ആരും അറിഞ്ഞില്ലെങ്കിലും ആരോടും പറഞ്ഞില്ലെങ്കിലും ഓപ്പൺ ആയപ്പോഴത്തേന് കുറെ പേര് ഇങ്ങ് കയറി വന്നു. ദൈവത്തിന്റെ സ്തോത്രം. അന്ന് ദൈവം ആത്മാവിന്റെ അധികാരത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അതിശക്തമായ ഒരു ആത്മനിയോഗം നൽകി ആ വിഷയം ശാസിച്ച് പ്രാർത്ഥിക്കാൻ. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇനി ആ കുഞ്ഞിന്റെ ദേഹത്ത് ഒരു ക്രീം പരട്ടേണ്ടി വരത്തില്ല, ഇനി ഇതിനൊരു മെഡിസിൻ ഇല്ല. ചെന്ന് ചോദിച്ചോ ഡോക്ടർ എന്തോ പറയും. എന്തോ പറഞ്ഞു മോളെ? ഡോക്ടർ പറഞ്ഞു ഇനി അവരുടെ സൈഡിൽ നിന്ന് യാതൊരു മെഡിസിനും ഇല്ല, ഇനി ഇതിനു വേണ്ടിയിട്ട് ഇനി കുഞ്ഞിനെ കൊണ്ടുവരികയേ വേണ്ടെന്ന് പറഞ്ഞു. ദൈവാത്മാവ് പറഞ്ഞ പോലെ തന്നെ ഡോക്ടറും പറഞ്ഞു. താങ്ക് യു. സൗരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിനുള്ളിൽ, ആ ആത്മശക്തിക്കുള്ളിൽ പ്രാർത്ഥിക്കാൻ ശീലിക്കണം. ഉടനടി അത് കഴിഞ്ഞില്ലെങ്കിലും സാവകാശം പരിശുദ്ധാത്മാവ് നിങ്ങൾ ആഗ്രഹിച്ചാൽ ദൈവം നിങ്ങളെ അതിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകൻ സിനു എന്നാ പേരുന്ന, ഖത്തറിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു ഷായിച്ച, നിങ്ങൾക്കും ഭ്രാന്ത് പിടിച്ചോ ഈ പെന്തിക്കോസിൽ പോവാൻ? എന്തോ ഒരു മണ്ടത്തരമാണ് നിങ്ങൾ കാണിച്ചു. മാനമര്യാദയ്ക്ക് ആ സെമിനാരിൽ നിന്ന് അച്ഛനായിട്ട് ഇറങ്ങിപ്പോരുന്ന പോലെ. അപ്പൊ ഞാൻ ചിരിച്ചു. സൗരങ്ങളെ, കർത്താവിനെ കണ്ടവർക്കും കർത്താവിനെ തൊട്ടവർക്കും കർത്താവിനെ രുചിച്ചവർക്കും മാത്രമേ ഇതിന്റെ മാധുര്യം അറിയത്തുള്ളൂ. സ്തോത്രം. എൻ്റെ ഉള്ളിൽ രക്ഷിക്കപ്പെട്ട നാളിൽ കയറിയ കർത്താവ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇന്ന് വരെ ചാടിപ്പോയിട്ടില്ല കേട്ടോ. സ്തോത്രം. ഞാൻ ആ മോനെ ഹഗ് ചെയ്തുകൊണ്ട് പറഞ്ഞു, മക്കളെ, ഒരു കാലത്ത് ഞാൻ എന്നേക്കാൾ തീഷ്ണതയോടെ മോൻ കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന ഒരു നാൾ വരും എന്ന്. സ്തോത്രം. കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഖത്തറിലെ ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ, ഖത്തറിലെ ഏറ്റവും വലിയ ചർച്ചാണത്, ആ ചർച്ചിന്റെ കൺവെൻഷന് പ്രസംഗിക്കാനായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ആ കൺവെൻഷന്റെ വിവരങ്ങളൊക്കെ മോനെ അറിഞ്ഞു. എന്നെ കാണാനിടെ എന്നോട് പറഞ്ഞ ശേഷം, ഞാനിപ്പോൾ ഒരു വിശ്വാസത്തിലാണ്, എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ സഹോദരങ്ങളെ, തലമുറയെക്കുറിച്ച് ദർശനം പ്രാപിക്കുക. ഈ ദിവസങ്ങളിൽ അത്യാവശ്യം അല്ലാത്ത എല്ലാ കമ്മ്യൂണിക്കേഷനും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആരോടും പിണങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി സമയം ചെലവഴിക്കുന്നവരാണെങ്കിൽ കുറച്ചൊന്ന് കുറയ്ക്കുക. അങ്ങനെ ഇവഞ്ച്വലി നിങ്ങൾ അതിൽ നിന്ന് തിരിച്ചു വരണം. നമുക്കെല്ലാം അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എല്ലാം പ്രയോജനപ്പെടത്തില്ല. കാരണം റെസ്റ്റ് ചെയ്യാൻ ടൈം വേണം, കുടുംബജീവിതത്തിന് ടൈം വേണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ സമയം വേണം, ജോലിക്ക് സമയം വേണം, എല്ലാത്തിനും സമയം നിങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലാണ് ദൈവത്തിന് വേണ്ടി ശോഭിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കേണ്ടതും ദൈവത്തിന് വേണ്ടി ഒരു ജനതയെ ഒരുക്കിയെടുക്കാൻ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ച് സമയത്തെ കാറ്റഗറൈസ് ചെയ്യണം. ടൈം മാനേജ്മെന്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം. ഒന്നാം സ്ഥാനം നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയും ബ്ലസ്സഡ് ആയിട്ടുള്ള
ഒരു മാതൃകാ മിഷണറി കുടുംബമായി ജോലിയോടൊപ്പം തീരേണ്ടതിന് വേണ്ടി നിങ്ങളെ ദൈവസനത്തിൽ ഏൽപ്പിക്കണം. നിങ്ങളെ ദൈവം ഉപയോഗിക്കേണ്ടതിനും നിങ്ങളുടെ തലമുറയെ ദൈവം ഉപയോഗിക്കേണ്ടതിനും നിങ്ങളിലൂടെ കാഴ്ചപ്പാടുള്ള ഒരു തലമുറയെ ഒരുക്കിയെടുക്കേണ്ടതിനും നിങ്ങൾ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചാൽ നിങ്ങൾ അറിയാതെ ആത്മാവിന്റെ ആ നിയോഗം നിങ്ങളെ ദൈവസന്നിധിയിലേക്ക് വലിച്ചു കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. ഹംബ്ലി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ബെഡ്റൂമിൽ ഒരു ചെറിയ കാർപ്പറ്റ് മേടിച്ച് ഇന്ന് ഇടണം, അല്ലെങ്കിൽ ഒരു മാറ്റ് മേടിച്ചിടണം. സ്തോത്രം. അതിന് നിവൃത്തിയിൽ ഒരു ചാക്ക് മേടിച്ചിട്ടോ. ഞാൻ ഒരുപാട് സംവത്സരങ്ങൾ റേഷൻ കടയിൽ നിന്ന് പഞ്ചസാര ചാക്ക് മേടിച്ച് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ആ മേടിക്കാൻ പൈസ ഇല്ലഞ്ഞിട്ടല്ല അന്ന് ചെയ്തത്. രട്ടിലും വെണ്ണീറിലും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ഓർത്തപ്പോ അങ്ങനെ തോന്നി ചെയ്ത. അതൊരു ഭക്തിയുടെ കൂടുതലായിട്ടൊന്നും അല്ല, ബട്ട് എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ പറഞ്ഞു വന്നത്, ഒരു നിവർത്തിട്ട പാൻ നിങ്ങളുടെ മുറിയിൽ കണ്ടാൽ നിങ്ങളുടെ മനസ്സ് പറയും, ഓക്കെ 10 മിനിറ്റ് ഫ്രീ കിട്ടിയല്ലോ, 5 മിനിറ്റ് മുഴങ്കാലിലിരിക്കും. ചിരട്ട മാറ്റി വെക്കാത്തിടത്തോളം, നിങ്ങളുടെ മുട്ടിന്റെ ലിഗമെന്റിന് പ്രശ്നമില്ലാത്തിടത്തോളം ട്രൈ ടു നീൽ ഡൗൺ. ഞാൻ കമ്പലി ചെയ്യുകയല്ല, നിങ്ങളുടെ ഹെൽത്ത് അനുസരിച്ച് ചെയ്യുക. പ്രൈസ് ഗോഡ്. ആമേൻ. അവിടെ തലമുറയെക്കുറിച്ച് ദർശനം പ്രാപിക്കുക. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല. യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തയക്കുന്ന നാൾ വരുന്നു. സക്കരിയാവിൽ നമ്മൾ കണ്ടത് പിന്മഴയുടെ കാലത്ത് യഹോവയുടെ അപേക്ഷിപ്പ്. അവൻ ആകാശത്തിൽ മിന്നൽ പിണറുകളെ ഉണ്ടാക്കും. മഴ സീസണിൽ കിട്ടിയെങ്കിൽ മാത്രമേ വിതയും കൊയ്ത്തും നടക്കുകയുള്ളൂ. സ്തോത്രം. ആത്മീയൻ പ്രാർത്ഥന മനുഷ്യരായിരിക്കും കേട്ടോ. പ്രൈസ് ഗോഡ്. നമ്മൾ ചർച്ചിൽ അവസരം കിട്ടുമ്പോൾ നീണ്ട പ്രാർത്ഥന നയിക്കുന്നൊന്നും അല്ല. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ചുരുക്കി പ്രാർത്ഥിച്ചാൽ മറ്റൊരാൾ കൂടെ അവസരം കിട്ടും. പക്ഷേ പേഴ്സണലി നിങ്ങളുടെ ഉള്ളം എപ്പോഴും ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള പരിശീലനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. സ്തോത്രം. ഞാൻ മിക്ക സമയങ്ങളിലും ഒരു ദിവസം 1000-ലധികം പ്രാവശ്യം, അതിശോക്തിയല്ല പറയുന്നത്, ആത്മാക്കളെ തരണേ, മിഷണറിമാരെ തരണേ, ആത്മാക്കളെ തരണേ, മിഷണറിമാരെ തരണേ. എൻ്റെ ഓരോ ശ്വാസത്തിലും മിക്കപ്പോഴും ഞാനത് പറയാറുണ്ട്. എസ്പെഷ്യലി ഫാസ്റ്റിങ്ങിൽ ഇരിക്കുമ്പോൾ അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. സ്തോത്രം. അതിൻ്റെയൊക്കെ ഏറിയ സംവത്സരങ്ങളുടെ പ്രാർത്ഥനയുടെ റിസൾട്ടാണ് ഈ ഓൺലൈൻ സെമിനാരിയിൽ ദൈവത്തിന്റെ വചനം പല രാജ്യങ്ങളിൽ നിന്നും പഠിക്കുവാൻ ദൈവം ദൈവത്താൽ ഉണർത്തപ്പെട്ടു വന്നവരാ നിങ്ങളൊക്കെ. ഇത് ചുമ്മാതൊന്നും നടക്കുന്ന കാര്യമല്ല സഹോദരൻ. നീണ്ട 5.5 വർഷം 20,000-ൽ പരം മണിക്കൂർ ഞാൻ സ്റ്റുഡിയോയിൽ ഒറ്റയ്ക്ക് സമയം ചെലവഴിച്ചു. അപ്പോഴൊക്കെ ഒത്തിരി വാവിട്ട് കരഞ്ഞിട്ടു. കർത്താവേ, ഇത് എടുക്കാൻ വയ്യ. 17-18 മണിക്കൂർ വർക്ക് ചെയ്ത സമയങ്ങളുണ്ട്. ഇപ്പോഴും 17 മണിക്കൂർ മിനിമം വർക്കുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, വില കൊടുക്കുക, വില കൊടുത്തേ മതിയാകുകയുള്ളൂ. സ്തോത്രം. നിങ്ങളുടെ ജോലി സമയത്തും നിങ്ങളുടെ ഉള്ളം നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ജോലി ചെയ്യുക. കുറെ സന്തോഷങ്ങളിൽ നിന്ന്, ലൗകിക സന്തോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അതിനർത്ഥം നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയെ പിരിഞ്ഞ് ജീവിക്കണം എന്നുള്ള അർത്ഥമല്ല. ലോക മനുഷ്യരുമായിട്ടും ഈ ലോകവുമായിട്ടും മറ്റു കുറെ ആളുകളുടെ വിഷയങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധങ്ങളിൽ നിന്ന് നിങ്ങളുടെ സമയം കുറെ മാറ്റി if God's want your time, give to him. Praise God. കർത്താവിന്റെ കൂടെ ഇരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ കൂടെ ഇരിക്കാൻ സമയം കൊടുക്കണം. പ്രയോറിറ്റി അതിനായിരിക്കണം. ഒരു എമർജൻസി വന്നാൽ അവിടെ എല്ലാം മാറ്റിവെച്ച് ഇട്ട തുണിയും കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഓടില്ലേ? എമർജൻസിയായി പ്രാർത്ഥിക്കേണ്ട ടൈമാണിത്. എമർജൻസിയായി തലമുറയ്ക്ക് വേണ്ടി കരയേണ്ട ടൈമാണിത്. എമർജൻസി ആയിട്ട് കാഴ്ചപ്പാടുള്ള ഒരു ജനറേഷൻ എഴുന്നേൽക്കാൻ നിയോഗം പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് കരയേണ്ട സമയമാണ്. പ്രൈസ് ഗോഡ്.
അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സ്ഥലത്തിരുന്ന് ഒരു സ്തോത്രം പറഞ്ഞാൽ ഈവിൾ ഫോഴ്സ് ഇളകും, വിറയ്ക്കും. അങ്ങനെ സംഭവിക്കുന്ന സഹോദരങ്ങൾ. ദൊറോട്ടാങ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഞങ്ങൾ മീറ്റിംഗ് നടത്താൻ പോയപ്പോൾ എൻ്റെ കൂടെയുള്ളവർ ഞാൻ മുട്ടുകുത്തിയപ്പോഴേ പിശാച് ഭയന്ന് വിറച്ച് ദുരാത്മാക്കൾ ഇളകാനിടയായി. അത് വലിയ അതിശോക്തിയായ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ദൈവത്തോടു കൂടെ ഇരുന്നാൽ നീ ദൈവത്തിൽ നിന്ന് അറിയാതെ ചാർജിങ്, അത് പ്ലഗിങ് ആണ് കേട്ടോ. സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾ ചാർജ് ആയിക്കൊണ്ടേയിരിക്കും. 40 ദിവസം ദൈവസന്നിധിയിലിരുന്ന മോശ ഇറങ്ങി വന്നപ്പോൾ അവന്റെ ത്വക്ക് പ്രകാശിക്കുക, മുഖത്തു നിന്ന് വെളിച്ചം പുറത്തേക്ക് വരികയാ. എന്താ? ദൈവത്തോട് കൂടെ ഇരുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ആ പ്രസന്നത, ആ സന്തോഷം, ആ തേജസ് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ തലമുറയിൽ നമ്മളിൽ ഓരോരുത്തരിലും ആഴമായ വചനത്തിന് വേണ്ടിയുള്ള ഒരു വലിയ വിശപ്പയക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നമ്മുടെ പ്രിയ അഞ്ചു ഓസ്ട്രേലിയയിലുള്ള അവരുടെ ഭവനത്തിൽ ഒരു ചെറിയ പ്രയർ സ്റ്റാർട്ടപ്പ് നടക്കുന്നുണ്ട്. സ്തോത്രം. അവിടെ നിങ്ങൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. പെൻട്രേത്ത് എന്ന് പറയുന്ന സ്ഥലമാണത്. അഞ്ചു, 1 മിനിറ്റ് ഇപ്പോഴത്തെ പ്രസന്റ് കാര്യം ഒന്ന് പറയാമോ? കർത്താവ് നടത്തുന്ന കർത്താവിന്റെ പ്രചോദനം അനുസരിച്ച് പോകുന്നു പാസ്റ്ററെ. ദൈവം വരും ദിവസങ്ങളിൽ ദൈവം ഞങ്ങളിലൂടെ വിടുവിക്കപ്പെടേണ്ട വ്യക്തികളെ ദൈവം കൂട്ടിക്കൊണ്ടുവരുമെന്നും കർത്താവ് ഉപയോഗിക്കുമെന്നും കർത്താവ് പഠിപ്പിക്കുമെന്നും വിശ്വസിക്കുന്നു. അവിടെ ചില ജീവിതങ്ങളെ കാണാനും ഇടയ്ക്ക് അവരുടെ ഭവനത്തിൽ ചിലരൊക്കെ വരാനും ഇടയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം. പെൻട്രേത്ത് നല്ലൊരു സ്ഥലമാണ്. ആദ്യം വലിയ വികസനമൊന്നുമില്ലാത്ത സ്ഥലമായിരുന്നു. ഇപ്പോൾ അവിടെ എയർപോർട്ട് വരെ ഏകദേശം അടുത്താകാൻ തുടങ്ങിയെന്ന് കേട്ടു. അതിനുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ദേശത്ത് കടന്നുപോയി മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്ന കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. എല്ലാ ആത്മീയ വിടുതലുകൾ നടക്കുന്നതും എല്ലാ ദൈവപ്രവൃത്തി ഓപ്പൺ ആകുന്നതും, പ്രൈസ് ഗോഡ്, സുവിശേഷത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നതും എല്ലാം പ്രാർത്ഥനയിലൂടെയാണ്. നിങ്ങൾ വേറൊരാളുടെ പ്രാർത്ഥനയിൽ ട്രസ്റ്റ് ചെയ്യരുത്. സ്തോത്രം. വേറൊരാൾ നിങ്ങൾക്ക് വേണ്ടി വില കൊടുക്കും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ നിങ്ങൾ എഴുന്നേൽക്കണം. ദൈവം നിങ്ങളെ തട്ടി ഉണർത്തിയെങ്കിൽ നിങ്ങൾ ഉണരണം. ദൈവം ഉണർത്തിയവൻ ഉണർന്ന് പ്രവർത്തിക്കണം. ദൈവം ഉണർത്തിയവൻ ഉണർന്ന് പ്രാർത്ഥിക്കണം. ദൈവം നിയോഗിച്ചവൻ അധരം ദൈവത്തിന് വേണ്ടി തുറക്കണം. ആത്മാവ് നടത്തപ്പെടുന്നവൻ ആത്മാവിൽ ദേശം ചുറ്റി സഞ്ചരിക്കണം. സ്തോത്രം. അപ്പോഴാണ് നീ കാലുവെക്കുന്ന ദേശം ഞാൻ നിനക്ക് തരൂന്ന് പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ സഞ്ചരിക്കാൻ തയ്യാറാകണം. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാകണം. ദൈവം നിങ്ങൾക്ക് ഉറപ്പാക്കി തന്ന ഒരു കാര്യത്തിന് ഒരു സെക്കൻഡ് ഒപ്പീനിയന്റെ ക്ലാരിഫിക്കേഷൻ ഒരു പ്രവാചകന്റെ അരികിൽ പോകരുത്. സ്തോത്രം. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ ഒരു കാര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലോ നിങ്ങൾ വചനം ധ്യാനിക്കുമ്പോഴോ അല്ലെ നിങ്ങൾ സ്വപ്നത്തിലായിരിക്കുമ്പോഴോ ദർശനത്തിലൂടെയൊക്കെ കർത്താവ് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ദൈവമായിട്ടുള്ള ഒരു ഡയറക്റ്റ് റിലേഷൻ ബിൽഡ് ചെയ്യണം. സ്തോത്രം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തലമുറയെക്കുറിച്ച് ദർശനം പ്രാപിക്കായി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 8 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ സമയം പോലെ നിങ്ങൾ വായിക്കാനായിട്ട് സമയം കണ്ടെത്തണം. എന്നാൽ അതിനകത്ത് 15, 16, 17 വാക്യങ്ങളിൽ സ്തോത്രം ഒരു ദൈവികമായ ഇടപെടലിന്റെ മിസ്റ്ററീസ് ആണ് നമ്മൾ കാണുന്നത്. 12 മുതൽ നമ്മൾ കാണുമ്പോൾ സക്കരിയാവിനോട് സദ്വർത്തമാന ദൂതനായ ഗബ്രിയേൽ സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. പ്രധാന ദൂതൻ മീഖായേലാണ്. യൂദായുടെ ലേഖനം 9-ാം വാക്യത്തിൽ കാണുന്നു. ഗുഡ് ന്യൂസ് അറിയിക്കുന്നതെല്ലാം
ഗബ്രിയലാണ്. നമുക്കറിയാം സംഭവം. സക്കരിയാവ്, അദ്ദേഹം അബിയാക്കൂരിൽ സക്കരിയാവ് എന്ന് പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നു. സ്തോത്രം. അദ്ദേഹത്തിന്റെ ഭാര്യ അഹരോന്യ കുടുംബത്തിലുള്ള ഒരു സഹോദരിയാണ്. പക്ഷെ രണ്ടുപേരും 6-ാം വാക്യം വായിച്ചാൽ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരാണ്, കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരും ആയി നടന്നവരുമായിരുന്നു. അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ് their life is totally clean and clear. പക്ഷേ അവർക്ക് മക്കളില്ല. ഇസ്രായേൽ ജനതയുടെ ഒരു നേതാവാണ്. വാഗ്ദത്ത പ്രകാരം അവർക്ക് പലതും കിട്ടിയില്ല. പക്ഷെ അവര് പ്രാർത്ഥന നിർത്തിയില്ല. അതുകൊണ്ടാണ് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 10-ാം വാക്യത്തിൽ പറയുന്നത്, താൻ ധൂപം കാട്ടുവാനായി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു, ജനം വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. അപ്പോൾ ഓർത്തോണം, ഒരാള് ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റാൽ അതിൽ സംബന്ധിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എങ്കിലും ഞാൻ ആ കൺവെൻഷന് ചെന്നിട്ട് എന്നെ ഫ്രണ്ടിലൊന്നും വിളിച്ചൊന്നും ഇരുത്തിയില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരം പോലും തന്നില്ല. സൗരങ്ങളെ, പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവൻ മനുഷ്യരോടല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ മനുഷ്യന് മുമ്പിൽ പ്രാർത്ഥിക്കണത് ഇപ്പം നിർബന്ധം എന്തിനാ? നിങ്ങൾ ഓർക്കണം, അങ്ങനെയുള്ള ചിന്തകളെല്ലാം നമ്മൾ ശരിക്കും യാഗമാക്കണം. സ്തോത്രം. മനുഷ്യര് നിങ്ങളെ മാനിച്ചില്ല, മനുഷ്യർ നിങ്ങളെ പരിഗണിച്ചില്ല, മനുഷ്യർ നിങ്ങൾക്ക് അവസരം തന്നില്ല. നമുക്കറിയാമല്ലോ, ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളായിരുന്ന സ്ഥലത്ത് പള്ളിയിൽ നമ്മൾ പ്രസംഗിച്ചില്ല എന്നും പറഞ്ഞ് വെപ്രാളമൊന്നും ഇല്ലായിരുന്നല്ലോ. 50 വർഷം അവിടെ ജീവിച്ചാൽ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ഇരിക്കുമായിരുന്നല്ലോ അല്ലേ. ഇപ്പം നമ്മൾ പെന്തക്കോസ് അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രബോധിപ്പിക്കാൻ വെപ്രാളവാ, തന്നില്ലേ പാസിനെ ശരിയാക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. നമുക്കങ്ങ് ഭയങ്കര വീർപ്പുമുട്ടല, അവിടെ അടങ്ങി ഒതുങ്ങിയല്ലേ നിന്ന്. സഹോദരങ്ങളെ, നമുക്ക് വയൽ വിശാലമായി കിടക്കല്ലേ. ചർച്ചിനുള്ളിൽ വരുന്ന ആ നിർബന്ധം എന്താ? വേറൊരു പാപിയെ കാണുമ്പോൾ നമുക്കില്ലാത്തത്. രക്ഷിക്കപ്പെടാത്ത ആളിനെ കാണുമ്പോൾ അവനെ ഭവനത്തിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെന്ന് കണ്ട് സംസാരിക്കാൻ പ്രേരണയില്ലാത്ത എന്താ? നമുക്ക് ചർച്ചിൽ കസരത്ത് കാണിക്കാനുള്ള ചിന്താഗതിയെ നമ്മൾ ശരിക്കും ബലിയർപ്പിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനാ മനുഷ്യൻ എവിടെ ഇരുന്നാലും പ്രാർത്ഥിക്കുമെന്നേ. ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കണമെന്ന് ദൈവത്തിന് നിങ്ങളിലൂടെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാ നിങ്ങളെ ഏൽപ്പിച്ച മെസ്സേജ് ആണെങ്കിൽ ദൈവത്തിന് ഓപ്പർച്യൂണിറ്റി നൽകും. കാരി സാഹിബ് ഒരിക്കൽ സുന്ദരം എന്ന് പറയുന്ന പാസ്റ്ററിന്റെ ചർച്ചിൽ, അന്ന് ഏറ്റവും വലിയ ചർച്ച് സുന്ദരം പാസ്റ്ററിന്റെ ചർച്ചാണ്. അന്ന് 3000 വിശ്വാസികൾ, ഒരുപാട് വർഷങ്ങൾക്കും. ഈ ചർച്ചിനെ കുറിച്ച് അറിഞ്ഞിട്ട് ചെന്നൈയിൽ കാരി സാഹിബ് ചെന്നിട്ട് കാരി സാഹിബ് ഏഷ്യൻ സൂപ്രണ്ടാണ് ചർച്ചപ്പോണ്ട്. അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ചർച്ചപ്പോണ്ട് ഏഷ്യൻ സൂപ്രണ്ടാണ്, കാരി സാഹിബാണ്. നിന്റെ ചർച്ചിൽ എനിക്ക് സംബന്ധിപ്പാൻ ആഗ്രഹിച്ചു, ഞാൻ നിന്റെ ചർച്ചിൽ നിന്ന് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനെ ഞാൻ വന്നയാന്ന്. അപ്പോൾ സുന്ദരബാസ് ഇങ്ങനെയാണ് പറഞ്ഞത്, അയ്യാ മണ്ണിച്ചിടുങ്ങ, ക്ഷമിക്കണം. ഇന്നലെ രാത്രി വെളുപ്പിന് 3 മണിയായപ്പോൾ എൻ്റെ ജനത്തിന് കൊടുക്കാനുള്ള മെസ്സേജ് ദൈവനെ ഏൽപ്പിച്ചു. ഇന്ന് നിന്റെ മെസ്സേജ് ഇവിടെ പറയാൻ പറ്റില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ 3 പോയിന്റും ഒരു മുഖവരെയും കൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നമ്മൾ കാണിക്കുന്ന കസർത്തോ പ്രസന്റേഷനോ അല്ല, ദൈവത്തിന്റെ അരുളപ്പാട്. സ്തോത്രം. അതുകൊണ്ട് സന്ദേശം പങ്കുവയ്ക്കൽ ഒരിക്കലും നിലവാരം കുറഞ്ഞ ഒരു സിസ്റ്റമായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. ഒരുവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടെന്ന പോലെ. വായിച്ചിട്ടില്ലേ നിങ്ങൾ പത്രോസിന്റെ ലേഖനത്തിൽ? എടുത്തവർക്ക് വായിക്കാം. ഒരുവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നുവെങ്കിൽ, 1 Peter chapter 4 verse 11, ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും. ഒരാൾ വായിച്ചാട്ടെ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ
ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തോണമാകട്ടെ. എല്ലാറ്റിലും ദൈവം യേശു ക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമീൻ. താങ്ക് യു. സന്തോഷം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരുവൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നുവെങ്കിൽ എന്താ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ അരുളപ്പാട് എന്ന പോലെ. ചുമ്മാ ഒന്നും പറയാനൊക്കത്തില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും പറയാനൊക്കത്തില്ല കേട്ടോ. അയ്യോ, നമ്മൾ ഇഷ്ടപ്പെട്ട് പറയാൻ പോയ പരിശുദ്ധാത്മാവൊക്കെ മാറി നിൽക്കും. അത് ഞാൻ പിന്നീട് പ്രസ്താവിക്കാം. അപ്പോൾ ഒരുവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് എന്ന പോലെ. അതിന്റെ കൂടെ 1 യോഹന്നാൻ 1:5 നിങ്ങൾ ചേർത്ത് വായിക്കണം. എന്താണ്? ഈ വചനം അറിയിക്കുന്നത് ഒരു ദൂതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1 യോഹന്നാൻ 1 John chapter 1 verse 5 എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം വെളിച്ചമാകുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. നോക്കുക, ദൂതാണ്. വചനം പങ്കുവയ്ക്കൽ ദൂതാണ്. നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ദൂതെന്ന് പറയുന്നത് എന്താ? തലേ കൈവച്ചിട്ട് എന്തെങ്കിലും ഒരു ആലോചന പറയുന്ന ആ ദൂതം. സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം പങ്കുവെക്കുമ്പോൾ ഓർത്തോണം, അരുളപ്പാട്. Thus says the Lord. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ, ഒരു പോഡിയത്തിന് മുമ്പായി നിൽക്കുമ്പോൾ ഓർത്തോണം, കർത്താവിൽ നിന്ന് പ്രാപിച്ചതും കൊണ്ട് മാത്രമേ ആ സ്ഥലത്ത് ചെല്ലാവൂ. അല്ലാതെ ജീവിതത്തിൽ ഇല്ലാത്തത് പ്രസംഗിച്ചാൽ ഒടുവിൽ പ്രസംഗിക്കുന്ന എല്ലാം കടന്ന് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ജോലിയോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത വചനങ്ങൾ മാത്രമേ ഷെയർ ചെയ്യാവൂ. കർത്താവ് പറഞ്ഞു, പരീശന്മാരും ശാസ്ത്രിമാരും മോശയുടെ പീഠത്തിന്മേൽ ഇരിക്കുന്നു. വായിക്കാം, ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 23 വേഴ്സ് ബിഗിനിങ് നിന്ന് വായിച്ചു നോക്കി. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ എന്തെഴുതിയിരിക്കുന്നു? അനന്തരം യേശു പുരുഷാരത്തോട് തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവീൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അവർ കനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു. ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്. They are preaching. Thank you. They are preaching but not practicing. നമുക്കങ്ങനെയല്ല, ക്രിസ്തീയ ജീവിതം അങ്ങനെയല്ല. നമ്മളിൽ വായിക്കാൻ യേശുവിനെ കാണണം, നമ്മളിൽ അനുഭവിക്കാൻ ആ സുഗന്ധം പരത്തണം. നാം ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്, സുഗന്ധമാണ്. നാം അവിടുത്തെ വെളിച്ചമാണ്. നാം ജീവനുള്ള കല്ലായി വന്നിട്ട് പണിയപ്പെടുന്ന കല്ലുകളാണ്. ക്രിസ്തുവിന്റെ നിക്ഷേപമാണ്. നല്ല മുന്തിരിവള്ളിയുടെ ശാഖയാണ്. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമാണ്. അവിടുത്തെ നിക്ഷേപമാണ്. അവിടുത്തെ കൈകളിലെ ആയുധങ്ങളാണ്. അതുകൊണ്ട് നമുക്കിത് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തലമുറയെക്കുറിച്ച് ദർശനം പ്രാപിക്കണമെങ്കിൽ 2 കാര്യം. പിന്മഴയ്ക്ക് വേണ്ടി കരയണം, വചനദാഹത്തിനായി കരയണം. നിങ്ങൾ ലൂക്കോസിലേക്ക് വേഗം വരിക. നമ്മുടെ ചിന്തയുടെ വേഗത്തിൽ കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എനിക്ക്. അവിടെ ഇത്രയും വർഷം ശുശ്രൂഷ ചെയ്തിട്ടും പ്രാർത്ഥിച്ചിട്ടും മക്കളെ കിട്ടിയില്ല. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം തലമുറയില്ലാത്തതൊരു ശാപമാണ്. അപ്പൊ ദൈവദാസൻ നല്ലതാണ്, പക്ഷെ തനിക്ക് യാതൊരു മേൽഗതിയുമില്ല. ചില സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങളുടെ മറുപടി താമസിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ വലിയ അക്ഷരത്തിൽ
കാണത്തക്കവണ്ണം എഴുതി വെക്കണം. ലേറ്റ് ബ്ലെസ്സിങ് ഈസ് ഗ്രേറ്റ് ബ്ലെസ്സിങ്സ്. എന്താണ്? ലേറ്റ് ബ്ലെസ്സിങ് ഈസ് ഗ്രേറ്റ് ബ്ലെസ്സിങ്. വൈകിയെത്തുന്ന അനുഗ്രഹങ്ങൾ വലിയ അനുഗ്രഹങ്ങളായിരിക്കും. ചില സമയത്ത് നമ്മൾ വളരെ പെയിനിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനോട് ചോദിക്കുക, എന്താപ്പാ ഇങ്ങനെയൊക്കെ? അത് ട്രെയിനിങ് ആണ്. എബ്രായർ 5:8 പറയുന്നു, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി. എന്താ താമസിക്കുന്നത്? ഞാൻ പറയാറുണ്ട്, ദൈവം ഒരു ദൈവത്തിനെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം അവനും അവന്റെ ഗ്രഹവും അനുഭവിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ മൂത്ത സഹോദരനെ വിളിച്ചിട്ട് ഇച്ചിരി സങ്കടപ്പെട്ട് കാര്യം, എടാ പൊന്നു മോനെ, നിന്നെ കണ്ടിട്ട് കഴിഞ്ഞ ദിവസം എന്നെ വിസിറ്റ് ചെയ്യാൻ, നിന്നെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടവും ദുഃഖവും എല്ലാം തോന്നി. നീ ഇതിൽ ഒരു പടുകളവന്റെ കൂട്ടായി, നിനക്കൊരു കൂടാരമൊന്നും വേണ്ട, നീ എന്തോ പോക്കായിപ്പോ. ഇവ കാര്യങ്ങളൊന്നും അദ്ദേഹത്തോട് പറയാറില്ല. നീ എന്താ, നിന്നെക്കുറിച്ച് വിചാരമില്ലാത്ത, നിന്റെ കുടുംബത്തെക്കുറിച്ച് വിചാരമില്ലാത്ത, നിന്റെ മക്കളെക്കുറിച്ച് വിചാരമില്ലാത്ത. അവരറിയുന്നില്ല ഞാൻ ആരെക്കുറിച്ച് വിചാരിക്കുന്നു, എന്നെക്കുറിച്ച് ആര് വിചാരിക്കുന്നു. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും തന്റെ ജീവന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. ഞാൻ 3 വർഷം എയർഫോഴ്സിൽ പാസ്റ്റർ ആയിരുന്നുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അവിടെ ഒരു എയർമാനും ഒരു ആർമി ഉദ്യോഗസ്ഥനും റേഷന് വേണ്ടി സമരമൊന്നും ചെയ്യേണ്ട. ദാറ്റ് വിൽ കം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. യഹോവ ഇടയനാണോ, അത് പിന്തുടരും സഹോദരൻ. വൈകിയെത്തുന്ന അനുഗ്രഹങ്ങളുടെ പ്രത്യേകത പറയാം. വാർദ്ധക്യത്തിൽ ശുശ്രൂഷയുടെ നടുവിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഏഞ്ചൽ വന്ന് അവനോട് സംസാരിക്കുകയാണ്. സക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ക്വസ്റ്റ്യൻ, യൗവനത്തിൽ കിട്ടേണ്ട മറുപടി വാർദ്ധക്യത്തിലാണോ വരേണ്ടത്? അത് നമ്മുടെ വിചാരമാണ് കേട്ടോ, നമ്മുടെ വിചാരമാണ്. എത്രയോ ആളുകൾക്ക് ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട്. എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നുകളയാറുണ്ട്. സ്തോത്രം. ഇവിടെ ഇതാ മക്കളില്ല. ഓർത്തിരിക്കണം, വിവാഹം കഴിച്ചിട്ട് പല നമ്മുടെ കുഞ്ഞുങ്ങളും ചിന്തിക്കും, ഇപ്പൊ വേണ്ട, എൻജോയ് ചെയ്ത് അങ്ങ് ജീവിക്കാൻ 2-3 വർഷം കഴിഞ്ഞിട്ട് മതി. നോ 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 നോ. അങ്ങനെ പോയ പല ആളുകൾക്കും വർഷങ്ങളായി ഇപ്പം മക്കളില്ലാതെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവർ ചിന്തിക്കും, എപ്പോ വേണേലും ആകാമല്ലോ, കൂടി വരുമ്പോ കുഞ്ഞ് ജനിക്കുമല്ലോ. നടക്കത്തില്ല സഹോദരൻ. മക്കളെ യഹോവയുടെ ദാനമെന്നായിരുന്നു. സ്തോത്രം. കല്യാണം കഴിഞ്ഞ് 2-3 മാസത്തിനുള്ളിൽ പ്രഗ്നന്റ് ആയ പല ആളുകൾ നിരാശയോടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞിട്ടുള്ളത് എനിക്കറിയാം. 10-11 വർഷമായി അവർ കാത്തിരിക്കുക, ഒരു കുഞ്ഞിന് വേണ്ടി ജനിക്കുന്നില്ല. ലക്ഷങ്ങൾ വാരി എറിഞ്ഞവരെ എനിക്കറിയാം. അതുകൊണ്ട് അൺഎക്സ്പെക്ടഡ് ടൈമിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് വേണ്ടായിരുന്നു, പക്ഷെ ജനിച്ചു പോയി എന്ന് വിചാരിച്ച് അതിനെ നശിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ദൈവസനെ കരഞ്ഞ് പ്രാർത്ഥിച്ചത് റിസീവ് ചെയ്യണം. സ്തോത്രം. ഇവിടെ ഇതാ വാർദ്ധക്യത്തിൽ ദൈവം സംസാരിക്കണം. ഇതൊക്കെ മാതാപിതാക്കൾ സ്നേഹത്തോടെ അപ്പൻ മോനോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വീട്ടിൽ വരുന്ന മരുമക്കളായ കുഞ്ഞുങ്ങളെ മരുമോളെ പോലെ കാണാതെ മോളായി തന്നെ രൂത്ത് നവോമിയോട് പറ്റി നിൽക്കത്തക്കവണ്ണം നവോമി ആ രൂത്തിനെ ചേർത്ത് പിടിച്ച പോലെ അങ്ങ് ചേർത്ത് പിടിക്കണം. സ്തോത്രം. സ്നേഹത്തോട് അവരോട് അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മക്കളെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം തന്നാൽ ഉടനടി പെട്ടെന്നായിപ്പോയി എന്ന് വിചാരിച്ചൊന്നും നിരാശപ്പെട്ടു പോകരുത്. തലമുറ ദൈവത്തിന്റെ ദാനമാണ്. സ്തോത്രം. ചില ചിന്തിക്കും സെക്സ് പാപമാണ്. സെക്സ് പാപമല്ലാത്തത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. അത് ദൈവം വെച്ചിരിക്കുന്നതാണ്. അത് വിശുദ്ധമായ വഴിയിൽ, നേരായ വഴിയിൽ ദുർനടപ്പുണ്ടാകാതെ ഇരിക്കേണ്ടതിന് ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ എന്നാ തിരുവെഴുത്ത് പറയുന്നത്. മനുഷ്യന്റെ വിചാരങ്ങളെ ഒറ്റ വഴിയിൽ, വിശുദ്ധമായ വഴിയിൽ ദൈവം വെച്ച വ്യവസ്ഥയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് കുടുംബ ജീവിതം വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിച്ച് ലിവിങ് ടുഗദറായി മാത്രം ജീവിച്ച് ലൈഫ് വേസ്റ്റ് ആക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഗോഡ്ലി ജനറേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം ഫാമിലി ലൈഫ് വെച്ചിരിക്കുന്നത്.
ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം ന്യായം വിധിക്കും എന്നുള്ളത് നാം മറക്കരുത്. ദൈവവചനം അത് നിങ്ങൾ ഷാർപ്പായിട്ട് മനസ്സിലാക്കുക മാത്രമല്ല, സാഹചര്യങ്ങളിൽ ബോധവൽക്കരണം കൊടുക്കുമ്പോൾ അത് പങ്കുവയ്ക്കുകയും ചെയ്യണം. ദൈവം ആണുമായിട്ടല്ല സൃഷ്ടിച്ചത്, പെണ്ണുമായിട്ടല്ല സൃഷ്ടിച്ചത്, ദൈവം ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ലെസ്ബിയൻസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഗേ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ദൈവം വെറുക്കുന്നു. അവലക്ഷണമായത് പ്രവർത്തിച്ചു, നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. പഴയ നിയമകാലത്ത് അങ്ങനെ പുരുഷൻ പുരുഷനോടുകൂടെ ശയിച്ചാൽ അവരെ തീയിലിട്ട് ചുട്ടുകളയണമെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്ത്രീ സ്ത്രീയോടുകൂടെ ശയിച്ചാൽ അവരെ ചുട്ടുകളയണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സെയിം സെക്സ് മാരേജിനെ എൻകറേജ് ചെയ്ത ദേശങ്ങളെയൊക്കെ ദൈവം ന്യായം വിധിക്കും. അതുകൊണ്ടാണ് ഡോക്ടർ ബില്ലി ഗ്രഹാം ഒരിക്കൽ പറഞ്ഞത്, അമേരിക്കയെ ദൈവം ന്യായം വിധിച്ചില്ലെങ്കിൽ സോദോമിനോട് ദൈവം മാപ്പ് പറയേണ്ടി വരുമെന്ന് പറഞ്ഞു. ഓർത്തിരിക്കുക. ദൈവത്തിന്റെ വചനം പഠിക്കുന്ന വിദ്യാർത്ഥികളായി നിങ്ങളോട് ഈ പങ്കുവയ്ക്കുന്നതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. ചില സ്ഥലത്ത് നിയമം നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല, ബട്ട് റൂളേഴ്സിനെ ദൈവത്തിന് മാറ്റാൻ പറ്റും, റൂളും മാറ്റാൻ പറ്റും. സ്തോത്രം. ഒരു എബ്രഹാം കരയാനുണ്ടെങ്കിൽ ചിലരെങ്കിലും വിടുവിക്കുന്നു. ഒക്കെ ആ വാർദ്ധക്യത്തിൽ ആ മറുപടി കിട്ടിയത്. ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സക്കരിയാവും നല്ല പൊട്ടീര് കൊടുത്തേനെ. എടാ കൊച്ചനെ, പടുകളവനായി എനിക്ക് മക്കൾ ജനിക്കും എന്നൊക്കെ പറഞ്ഞ് നീ ഏത് ദൂതാ പറഞ്ഞെന്ന് ചിലപ്പോൾ കൊട്ടും കൊടുത്തു വിട്ട്. ദൈവത്തിനറിയാം ആരെ അയച്ചാൽ മെസ്സേജ് വിശ്വസിക്കും, ആരെ അയച്ചാൽ മെസ്സേജ് ഏറ്റെടുക്കും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ദൈവം പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ക്വസ്റ്റ്യൻ, പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടാവുമോ? പറഞ്ഞാട്ടെ, ഉണ്ടാകുമോ? ലൈസ, മറുപടി ഉണ്ടാകുമോ? ഷീല കെന്നത്ത്, മറുപടി ഉണ്ടാകുമോ? ആൻസി, മറുപടി ഉണ്ടാകുമോ? അനി, മറുപടി ഉണ്ടാകുമോ? സോ കണ്ടിന്യൂ ടു പ്രേ. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞു, ഹിയാവ് മത് ചോടോ, ഹിന്ദിമേം പറഞ്ഞാൽ പ്രാർത്ഥന മേ ബനെ രഹോ, ഹിയാവ് മത് ചോടോ, കണ്ടിന്യൂ ടു പ്രേ. മടുത്തു പോകരുത്. മടുക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മടുത്തു പോകരുതെന്ന് പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി. അതുകൊണ്ട് നിയോഗം ലഭിച്ച വിഷയത്തിന് വേണ്ടി എത്ര എതിർപ്പ് വന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കണം. അതൊരു വാറാണ്, ആത്മമണ്ഡലത്തിലെ യുദ്ധമാണ്. അതിനുള്ള ലീഡിങ് ദൈവം നിങ്ങൾക്ക് നൽകിയാൽ ദൈവം നിങ്ങളെയാണ് അതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺ ആയി വെച്ചിരിക്കുന്നത്. മക്കളെ കിട്ടിയില്ല, പക്ഷെ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. വായ്, നിയോഗം അതായിരുന്നു. കാലങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ എനിക്കുണ്ട്, ഇന്നും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത വിഷയമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, 25 വർഷം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പ്രയർ ടവറിനെ കുറിച്ചുള്ള മറുപടി ദൈവം തന്നത്. 25 വർഷം. ഈ വിഷയത്തിന്റെ ഇടയിൽ 2 തവണ ചതിക്കപ്പെട്ടു പോയ അനുഭവം എനിക്കുണ്ടായിട്ട്. ഒരാൾ പറഞ്ഞു, പ്രയർ ടവർ പണം തരാം, 50 ലക്ഷം രൂപ ഞാൻ തരാം പാസ്റ്റർ, എന്റെ ബിസിനസ്സിനെ ഒന്ന് ഹെൽപ്പ് ചെയ്താണ്. 12.5 ലക്ഷം രൂപ ഞാൻ മറിച്ചു കൊടുത്തു, 10 പൈസ കിട്ടി. മറ്റൊരാൾ പറഞ്ഞു 29.5 ലക്ഷം രൂപ പലരുടെ ഷെയർ ചെയ്ത് മേടിച്ചു കൊടുത്തു. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോവുക. അപ്പൊ എനിക്ക് മനസ്സിലായി, ദൈവത്തിന്റെ പ്രവൃത്തി നാം ചിന്തിക്കുന്ന പോലെ അല്ല നടക്കുന്നത്. 4 നൂറ്റാണ്ട് പ്രാർത്ഥിച്ചു. ഇതിനോടകം എത്രയോ സ്ഥലങ്ങളിൽ മിഷൻ ഫീൽഡിൽ ഞാൻ ലാൻഡ് മേടിച്ചു, ആലയങ്ങൾ പണിതിട്ടുണ്ട്. പക്ഷെ ഇതിന് നിയോഗമില്ല. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, ജോർജിയ പോകുന്നതിന് തലേ ദിവസം പ്രഭാതത്തിൽ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഏർലി ഇൻ ദ മോർണിംഗ് കർത്താവിനോട് പറഞ്ഞു, കഴിഞ്ഞ 25 വർഷമായി പ്രാർത്ഥിക്കുന്ന പ്രയർ ടവറിന്റെ സമയം ആയി, നിനക്ക് പാർക്കാനുള്ള കൂടാരത്തിന്റെ സമയമായി, ഓൺലൈൻ സെമിനാരിയുടെ ഓഫീസിന്റെ സമയമായി. അതുകൊണ്ട് നിയോഗം ലഭിച്ച വിഷയത്തിന് വേണ്ടി നിങ്ങൾ തുടർമാനമായി പ്രാർത്ഥിക്കുക, മടുത്തു പോകരുത്. സക്കരിയാവിനോട് പറയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഇന്ന് രാവിലെ സമയം ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ
ആമേൻ. എന്റെ താമസിക്കുന്ന കർത്താവേ, എന്റെ താമസിക്കുന്നു എന്ന് ഞരങ്ങുന്ന എന്റെ സഹോദരങ്ങളെ, നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ഇതാ നിന്റെ സമയം, റിസൾട്ടിന്റെ സമയം അടുത്തു വരികയാണ്. അതിന്റെ ഒരു രാത്രിയുടെ കഴിഞ്ഞു, ഒരു പ്രഭാതം കൂടിയായി. ഒരു പ്രഭാതം കൂടെ കഴിഞ്ഞു, ഇതാ ഒരു രാത്രിയുടെ ആയി. എന്ന് പറഞ്ഞാൽ റിസൾട്ടിന്റെ ടൈമിലേക്ക്, ആ ഡെസ്റ്റിനേഷനിലേക്ക്, ആ മറുപടിയിലേക്ക്, ആ വിടുതലിലേക്ക്, ആ മഹത്വത്തിലേക്ക്, ആ ഗ്ലോറിയസ് ആയിട്ടുള്ള ആൻസറിന്റെ ആ മോർണിംഗിലേക്ക് നീ എത്തിക്കൊണ്ടിരിക്കുക. ഓ മാനാറബ ശഖദനറബ. ഓ, എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് മടുക്കരുത്, 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 വിട്ടുകൊടുക്കരുത്. ഡിസ്കറേജ്മെന്റ് വരും. ഇനിയും പ്രാർത്ഥിക്കേണ്ട, കീറിക്കളഞ്ഞേര വിഷയം എന്ന് പറഞ്ഞു കാണും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദൈവം ഇറങ്ങിയാൽ, ദൈവം ഇടപെടുന്ന ഒരു സമയം വരും. നിയോഗം നിലച്ചിട്ടില്ലല്ലോ, അതിനർത്ഥം ഈസ് പ്രോസസിങ്, ഈസ് അണ്ടർ പ്രോസസിങ്. മറുപടി വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കുക, അവിടെ ദൈവം സക്കറിയാവിനോട് പറയുകയാണ്, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ തരാൻ പോവുകയാണ്. നിന്റെ ഭാര്യ എലിസബത്ത്, നാട്ടുകാർ വിധി എഴുതിയൊരു വേർഡുണ്ടല്ലോ, മച്ചി, മക്കളില്ലാത്തവൾ. പക്ഷെ ദൈവം പറഞ്ഞത് 6 പ്രധാനപ്പെട്ട പർപ്പസിന് വേണ്ടിയാണ് ദൈവം പറഞ്ഞത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് നമ്മുടെ ചിന്താവിഷയം? തലമുറയെ കുറിച്ച് ദർശനം പ്രാപിക്കുക. അവിടെ 16 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കാണുമ്പോൾ, സ്തോത്രം, യെസ്, നിങ്ങൾ ശ്രദ്ധിച്ചാല്, സോറി, അതിന്റെ 13 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഒന്നേ പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയം അല്ലേ? ലൈംഗികതയുടെ ആഗ്രഹങ്ങളും ശരീരത്തിന്റെ ആ എഴുന്നേൽപ്പും അല്ലെങ്കിൽ ആ ഉണർവും ഒക്കെ നിശ്ചലമായി പോയി. താൻ വൃദ്ധനായിരിക്കുന്നു, തന്റെ ഭാര്യ വൃദ്ധയായിരിക്കുന്നു, യൗവനത്തിലെ ഇഷ്ടങ്ങളെല്ലാം മരിച്ചുപോയി. പക്ഷേ നിയോഗം കിട്ടിയ വിഷയം നിലയ്ക്കാതെ തുടരുകയാണ്. എനിക്കൊരു വാക്തത്വ സന്തതിയെ വേണം. കാരണം ഈ പൗരോഹിത്യം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ തലമുറ വേണം, ശുശ്രൂഷയ്ക്കൊരു മോനെ വേണം. വല്യപ്പച്ചന്റെ പ്രായമായപ്പോഴും പ്രാർത്ഥന തുടരുകയാണ്. ദൈവം പറയാ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി 10, 20, 25, 30 വർഷമായി പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ കണ്ണുമടച്ച് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തണം. കർത്താവേ, ഈ ദിവസങ്ങളിൽ എൻ്റെ തലമുറയിൽ മേൽ ഞാനത് കാണാൻ പോവുകയാണ്. എൻ്റെ കണ്ണുകൊണ്ട് ഞാനത് കാണാൻ പോവുകയാണ്. ഞാനത് കണ്ട് നന്ദിയോടെ കൺകുളിർക്ക് സ്തുതിക്കാനുള്ള ടൈം എൻ്റെ മുന്നിൽ അടുത്തു വന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ദൈവം സംസാരിക്കുന്നത്, ഞാൻ നിനക്കൊരു മോനെ തരും, ആ മോനെ കുറിച്ചുള്ള റെവലേഷൻ ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് എടുത്തവർക്ക് ഒരാൾക്ക് കൃത്യമായി നിർത്തി ലൈസ ഒന്ന് വായിക്കാമോ? പ്രൈസ് ഗോഡ്. നിന്റെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. എവിടെയും ദൈവശബ്ദം അരുളി ചെയ്യുന്നതിന് മുമ്പ് ദൈവം പറയുന്ന ചില വാക്കുണ്ട് ചില സ്ഥലങ്ങളിൽ. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ എന്താ? പലരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം ഭയമാണ്. മക്കളെ കുറിച്ചുള്ള ഭയം, ഭർത്താവിനെ കുറിച്ചുള്ള ഭയം, ഭാര്യയെ കുറിച്ചുള്ള ഭയം, വീട്ടുകാരെ കുറിച്ചുള്ള ഭയം, ജോലി സ്ഥലത്തുള്ള വിഷയം, കരിയറിനെ കുറിച്ചുള്ള ഭയം, ആയുസ്സിനെ കുറിച്ചുള്ള ഭയം, ആരോഗ്യത്തെ കുറിച്ചുള്ള ഭയം. കർത്താവ് ആദ്യം പറയുന്ന വാക്കാണ് ഭയപ്പെടേണ്ട. പേടിക്കേണ്ടെന്ന് ദൈവം പറഞ്ഞാൽ പിന്നെ എന്തിനാ ഭയം? ആദ്യം നമ്മളിൽ നിന്ന് മാറ്റുന്ന ഭയവും ഭീതിയും പ്രമോദയാണ്. അടുത്തത് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും.
Praise God. അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഞാൻ ഈ കൂട്ടത്തിൽ പറയട്ടെ, ജീവിത പങ്കാളിയിലുള്ള സൗഖ്യം നിങ്ങളുടെ ഒരു വിഷയമാണോ? നിങ്ങൾ അതിന് ആമീൻ പറയണം. യെസ്, അത് നടക്കും. എന്നിട്ട് പറയുകയാണ്, അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. പേര് നീ ഇടണ്ട, ഞാൻ ഇട്ടോളാം. സ്വർഗം പറയാ, പേര് ഞാൻ ഇട്ടോളാം. അവൻ എന്ത് പേരിടണം? യോഹന്നാൻ. യോഹന്നാൻ എന്ന് പേരിടണം. ദിവസത്തിൽ 6 പേർക്ക് ജനിക്കുന്നതിന് മുമ്പ് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതിലോട്ട് പോകുന്നില്ല. അടുത്ത് പറയുകയാണ്, ആ ജനറേഷനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസ് പറയുകയാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അപ്പൊ കുടുംബജീവിതത്തിൽ തലമുറയിൽ നിന്ന് സന്തോഷം, ഉല്ലാസം, അത് നമ്മുടെ റൈറ്റാ ദൈവം. നിന്റെ മക്കൾക്ക് വേണ്ടി നീ കരഞ്ഞെങ്കിൽ, അവർ നിമിത്തം നീ വേദനിച്ചെങ്കിൽ, അവർ നിമിത്തം നീ സന്തോഷിക്കുന്ന സമയം വരും. അവർ നിമിത്തം നീ ഉല്ലസിക്കുന്ന സമയം വരും. ഒരുപക്ഷെ. സ്തോത്രം. പല വീടുകളിലും അമ്മച്ചിമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവദാസ, എന്റെ മുട്ടുമടക്കിയ പാ കിഴിഞ്ഞു, ആ മുട്ടുമടക്കിയ ഭാഗം കിഴിഞ്ഞു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ തമിഴ്നാട്ടിൽ പനയിൽ കയറാൻ ജോലിക്ക് ആളുകളെ വിളിക്കുമ്പോൾ യജമാനൻ, വലിയ പനയുടെ തോട്ടമുള്ള യജമാന്റെ അടുക്ക് തൊഴിലിന് വരുമ്പോൾ ആ പണിക്കാര് ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാം? ഉന്നോട് സട്ടയെ മാറ്റുങ്കടാ എന്ന് പറഞ്ഞ ഉടുപ്പൂരാൻ പറയും. എന്തിനാണെന്നറിയാം? ഈ നെഞ്ച് നോക്കും അദ്ദേഹം. ഈ പനയെ കയറുന്നവന്റെ നെഞ്ചിന് ഭയങ്കര തഴമ്പ് കാണും. പ്രാർത്ഥനാ മനുഷ്യന്റെ മുട്ട് നോക്കിയാൽ മതി. സുന്ദരൻ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുട്ടിൽ നിന്ന് 2 പ്രാവശ്യം തഴമ്പ് അടർന്നു വീണെന്നാ കേട്ടിട്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. ഓഹ് ജീസസ്, നിനക്കൊരു മകനെ തമ്പുരാൻ തരും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. അടുത്തതാണ് പറയുന്നത്, എന്താണ്? അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. യെസ്, കണ്ടിന്യൂ. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. നോക്കിക്കേ, അപ്പൊ പ്രാർത്ഥനാ വിഷയം താമസിക്കുന്നെങ്കിൽ സന്തോഷത്തിനാണ്, ഉല്ലാസത്തിനാണ്, ജനത്തിന്റെ ഇടയിൽ ഒരു വലിയ ആനന്ദത്തിനൊരു കാരണമാകും. മാത്രമല്ല, അവൻ ദൈവസന്നിധിയിൽ വലിയവനാകും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. നിങ്ങളുടെ തലമുറ എന്തായിത്തീരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്നോട് ചേർന്ന് പറയാമോ? എന്റെ തലമുറ കർത്താവിന്റെ സന്നിധിയിൽ വലിയവരാകണം. നിങ്ങളുടെ ആദരം തുറന്നൊന്ന് പറയാമോ? യെസ് ലോർഡ്, എന്റെ മക്കൾ കർത്താവിന്റെ സന്നിധിയിൽ വലിയവരാകും. ഇതായിരിക്കണം തലമുറയെ കുറിച്ചുള്ള വിഷൻ, തലമുറയെ കുറിച്ചുള്ള ദർശനം. ഇതായിരിക്കണം, എന്റെ മക്കൾ കർത്താവിന്റെ സന്നിധിയിൽ വലിയവരാകണം. അടുത്തത്, വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ചു തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. നോക്കുക, ആത്മനിറവിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ്ങിലേക്ക് പുറത്തു വന്നതിന് ശേഷമല്ല, അവന്റെ ജനനത്തിൽ, അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകം പ്രാപിക്കും. ദൈവത്തിന്റെ പർപ്പസ് കണ്ടോ? അടുത്ത് എന്ത് എഴുതിയിരിക്കുന്നു? അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിച്ചു വരുത്തും. പ്രൈസ് ഗോഡ്. പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ തലമുറയെ കുറിച്ച് ദൈവം സ്പഷ്ടമായി പറയുന്നു. നിങ്ങൾ നോട്ട് ചെയ്യണം. 1, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. 1, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. 2, അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. തുടർന്ന് 6 വിധ മിനിസ്ട്രിയെ കുറിച്ച് താഴോട്ട് പറയുന്നു. 1, പിന്മാറ്റക്കാരായ ആളുകളെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുന്ന ഒരു മിനിസ്ട്രി നിന്റെ മോന് ഞാൻ കൊടുക്കുമെന്ന്. ദൈവത്തിൽ നിന്നും, ദൈവവചനത്തിൽ നിന്നും അന്യപ്പെട്ടുപോയ ജനറേഷനെ തിരിച്ചു വരുത്താൻ വേണ്ടിയാണ് ഞാൻ നിനക്കൊരു മോനെ തരും. പ്രൈസ് ഗോഡ്. അങ്ങനെയെങ്കിൽ ഇത്രയും ആളുകൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി കിട്ടിയില്ല എന്ന് ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ സ്തോത്രം ചെയ്യണം.
പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ആമേൻ. കെസിയാക്ക് വയറ്റിൽ കൈവച്ചങ്ങ് സ്തോത്രം ചെയ്യണം കേട്ടോ കെസിയ. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ സന്നിധിയിൽ തലമുറ വലിയവനാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ തലമുറ വലിയവളാകട്ടെ. പ്രൈസ് ഗോഡ്. അവരെ കുറിച്ച് ദൈവം മിനിസ്ട്രി പ്ലാൻ ചെയ്തിട്ടാണ് ഉദരത്തിൽ ഉരുവാക്കാൻ പോകുന്നത്. നമ്മള് നമ്മുടെ കുഞ്ഞിനെ കാണുന്നത് പ്രസവിച്ച് കഴിയുമ്പോഴാണ്. പക്ഷെ ഇരമ്യാവിനോട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കാണും. പോള് പറയുന്ന ജനനത്തിങ്കിൽ എന്നെ വേർതിരിച്ച ദൈവം. സ്തോത്രം. അടുത്ത മിനിസ്ട്രിയുടെ രണ്ടാമത്തെ പ്രത്യേകത 16-ാം വാക്യത്തിൽ കാണുന്നത്, മക്കളെ സ്നേഹിക്കാത്ത അപ്പന്മാരെ മക്കളിലേക്ക് തിരിച്ചു വരുത്തും. കഴിഞ്ഞ ദിവസവും ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഫാമിലി വിളിച്ചിട്ട് എന്നോട് വളരെ വേദനയോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളോട് പിതാവിന് യാതൊരു സ്നേഹവും ഇല്ല. അതൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു വേദനയാണെന്നറിയാം. ഇവിടെ പറയുന്നു, നിന്റെ മോന് ഞാനൊരു മിനിസ്ട്രി കൊടുക്കാൻ പോവുകയാ. എന്താ? പാലയ്ക്ക പോലെ പിരിഞ്ഞിരിക്കുന്ന മക്കളും അപ്പനുമായിട്ടുള്ള ബ്രോക്കണായ റിലേഷനെ ഞാൻ എന്ത് ചെയ്യാൻ പോവുക? റീബിൽഡ് ചെയ്യാൻ പോവുക, തിരിച്ചു വരുത്താൻ പോവുക. സ്തോത്രം. നിങ്ങൾ ഈ ദിവസങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം. കർത്താവേ, മുറിഞ്ഞു പോകുന്ന കുടുംബ ബന്ധങ്ങൾ, മുറിഞ്ഞു പോകുന്ന മക്കൾ മാതാപിതാക്കളുടെ ബന്ധങ്ങൾ, സ്തോത്രം. ഒരിക്കൽ കാനവച്ചൻ ഒരു സ്റ്റോറി പറഞ്ഞൊരു അപ്പച്ചൻ അമേരിക്കയിൽ മക്കളോട് ഒരുമിച്ച് പാർക്കാൻ പോയി. അപ്പച്ചനെ അടുത്ത് വിളിച്ചിട്ട് ഈ റെസ്ലിംഗ് ഒക്കെ കാണുമ്പോൾ കൊച്ചുമക്കളോട്, പൊന്നുമങ്കുടങ്ങളെ, എൻ്റെ പൊന്നുമക്കൾ ഇതൊന്നും കാണല്ലേ മോനെ, ഇതൊക്കെ സാത്താന്യമാ മോനെ, ഇതൊന്നും കാണല്ലേ എന്ന്. ആ പിള്ളേരെ 1-2 പ്രാവശ്യം കേട്ടു. 3-ാം പ്രാവശ്യം അപ്പച്ചൻ പറഞ്ഞു, മക്കളെ ഇതൊന്നും കാണല്ലേ മോനെ, ആത്മീയകാരിയെ കാണാൻ. 2 പിള്ളേരോട് ചേർന്ന് അപ്പനെ ഇടിച്ചങ്ങ് ശരിയാക്കി വല്യപ്പച്ചൻ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. ഇവിടെ പറയുന്നു, പിതാവിങ്കിലേക്ക് മക്കളെ പിതാവിങ്കിലേക്കും പിതാവിനെ മക്കളിലേക്കും തിരിച്ചു വരുത്തുന്ന, പ്രൈസ് ഗോഡ്, ചേർത്ത് പണിയുന്ന ഒരു മിനിസ്ട്രി. നെക്സ്റ്റ് കാണുന്നത് എന്താണ്? 3-ാമത്തേത്, വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്ക്, റിബല്യസ് ആയിട്ടുള്ള, ഡിസൊബീഡിയന്റ് ആയിട്ടുള്ള, അഗ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ഇങ്ങനെയുള്ള ആളുകളെ ഒരു ബോധത്തിലേക്ക് തിരിച്ചു വരുത്തുന്ന ഒരു മിനിസ്ട്രി. 4-ാമത്തത് പറയുന്നു, ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിനായി ഒരുക്കിയെടുക്കാൻ. പ്രിപ്പയറിംഗ് എ ജനറേഷൻ ഫോർ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുക്കമുള്ള, തയ്യാറെടുപ്പുള്ള, മനസ്സുള്ള, നല്ല ഹൃദയത്തിന്റെ ഉടമയായിട്ടുള്ള, നല്ല മനസ്സുള്ള ഒരു ജനതയെ പ്രിപ്പയർ ചെയ്യാനുള്ള മിനിസ്ട്രി. വായിച്ചേട്ടെ മക്കളെ. പ്രൈസ് ഗോഡ്. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. നോക്കുക, അപ്പൊ കർത്താവിന് മുൻപായിട്ട് വഴിയൊരുക്കാൻ വേണ്ടി വന്നയാളാണ്. സ്തോത്രം. 1 എന്താണ്? പിന്മാറ്റക്കാരെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുന്ന മിനിസ്ട്രി. 2 മക്കളെ സ്നേഹിക്കാത്ത അപ്പന്മാരിലേക്ക് മടക്കി വരുത്തുന്ന മിനിസ്ട്രി. 3 വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്ക് തിരിച്ചു വരുത്തുന്ന മിനിസ്ട്രി. 4 ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിനായി ഒരുക്കുന്ന ഒരു മിനിസ്ട്രി. 5 കർത്താവിന് മുൻപായിട്ട് വഴിയൊരുക്കുന്ന ഒരു മിനിസ്ട്രി. എന്ന് പറഞ്ഞാൽ നാം പോകുന്ന വഴിയില് കർത്താവിന് എൻട്രൻസ് ഉണ്ടാകുക. 6-ാമത്, അവന്റെ മേലൊരു അനോയിന്റിങ്. എങ്ങനെയുള്ള അനോയിന്റിങ് ആണ്? ഏലിയാവിന്റെ ആത്മാവോട്. അതിന്റെ പ്രത്യേകത എന്താ? കോംപ്രമൈസ് ഒന്നുമില്ല, ഡയറക്റ്റ് മെസ്സേജാ.
ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ലേ വെട്ടിക്കളയും എന്നുള്ള മെസ്സേജാണ്. ഒരു സോഫ്റ്റ് മെസ്സേജ് അല്ല, ഷാർപ്പ് മെസ്സേജ്. പ്രൈസ് ഗോഡ്. ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുത്തുന്ന മൂർച്ചയേറിയ ശുശ്രൂഷ. അതുകൊണ്ടാണ് പൗലോസിനെ കുറിച്ച് പറയുന്നത്, തന്റെ ശരീരം സ്ഥൂലിച്ചതാണെങ്കിലും തന്റെ ലേഖനങ്ങളെല്ലാം ഊറ്റവും ഘനമേറിയതുമാണ്. സോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ചിന്താവിഷയം തലമുറയെക്കുറിച്ച് ദർശനം പ്രാപിക്കുക. കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധി നമ്മളെ ഏൽപ്പിക്കാം. ഷൈല കെന്നത്ത് പ്രാർത്ഥിക്കും, പിന്നെ പി കെ ശമലിച്ചാരും പ്രാർത്ഥിച്ചാട്ടെ. അത് കഴിഞ്ഞ് സന്തോഷ് മാത്യു ആശീർവാദം പറയണം. ഷൈല പ്രാർത്ഥന. താങ്ക് യു ജീസസ്. Hallelujah. Hallelujah. Thank you, God. Thank you, God, for everything. Thank you for giving this wonderful stuff. Thank you for one more day. Worship, Papa. God, whatever we have heard today, let it penetrate our heart, mind, and soul, Papa. Make changes within each one of us, Papa. Help us to obey you. Help us to listen to your word. Help us to understand others. Help us to have compassion on others, Papa. Sometimes we rely on our own understanding of her. We forget that you are God sometimes. Lord, forgive us for whatever we have done today. Help us to reform our life. Help us to bring more souls unto you, Master God. Help us to be able to be truthful to you, Papa. We surrender everybody into thy mighty hands today, those who are gathered here. All our needs, the spoken and the unspoken prayer requests, people those who are present here and people those who are absent. We praise and thank you for all the gifts that you've given. We praise and thank you for what you are today, Abba, for you've given your life for us, Abba. The price that you've paid on the cross, Abba, let us always remember that, Abba. Help us to pay attention to each and everything that we have learned today, Abba. We surrender and seal this prayer in the mighty name of Jesus. ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ മക്കുവാൻ കൃപയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദർശനമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ, ദൈവസന്നിധി താണിരിപ്പാൻ അടിയങ്ങളെ നീ യോഗ്യരാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വിലപ്പെട്ടത് നഷ്ടപ്പെടുന്നതിലല്ല, അടിയങ്ങൾ വിലപ്പെട്ടത് നേടുവാൻ തക്കവണ്ണം വില നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കർത്താവെ, അതിൽ അമാന്തിക്കാതെ ദൈവസന്നിധി അടിയങ്ങൾ നിൽപ്പാനും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാനും തയ്യാറുള്ളവരായിരിക്കാൻ കർത്താവ് അടിയങ്ങൾക്ക് കൃപയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇന്ന് യോഹന്നാന്റെ കർത്താവെ ഇതിന്റെ സക്രിയാവിനെ പറ്റി പറഞ്ഞപ്പോൾ കർത്താവെ യോഹന്നാനെ പ്രദാനം ചെയ്തു. കർത്താവെ, അദ്ദേഹം എന്തിനാണ് വരുന്നത്, എന്തിനാണ് ജനിക്കുന്നത് എന്നുള്ളത് വ്യക്തത്തെ പറ്റി എന്റെ കർത്താവെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവ് കരുതിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വേലയിലായി ചെയ്യുവാൻ തക്കവണ്ണം അടിയങ്ങളെ കർത്താവെ നിർമ്മലമായ ഒരു മനസ്സുള്ളവരായ അടിയങ്ങൾ ഇനി ജീവിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവരും ആത്മാവിനെ പോലെ കർത്താവ് ആത്മാവ് പ്രാപിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് അടിയങ്ങളെ സഹായിച്ചാട്ടെ. ഇത്രത്തോളം അടിയങ്ങളെ നടത്തിയവൻ കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങൾ ഓരോരുത്തർക്കും കർത്താവെ അത് വളരെ അധികം ഫലപ്രദമാക്കി തീർക്കുവാൻ തക്കവണ്ണം, ശോധന ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ വിലപ്പെട്ടവരായി നിൽപ്പാൻ അടിയങ്ങളെ യോഗ്യരാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുറവുള്ളവരാണ്, കുറവ് നോക്കാതെ കർത്താവ് അടിയങ്ങളെ നിലനിർത്തുന്ന ദൈവം അങ്ങ് മാത്രമായിരിക്കാം. സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു എവരിവൺ. ഇന്ന് ഈവനിങ് നമ്മുടെ തോമസ് കുര്യാക്കോസിന്റെ മെസ്സേജാണ്. പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ വെള്ളിയാഴ്ച ഈവനിങ്ങിൽ
നമ്മുടെ ലിൻസി ജെറുസലേമിൽ നിന്ന് നമ്മുടെ സ്റ്റുഡന്റ് വചന ശുശ്രൂഷയുണ്ട്. അതിനായിട്ട് പ്രാക്ടിക്കൽ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കണം. അതുപോലെ 1-ാം തീയതി സാറ്റർഡേ മോർണിംഗ് സെഷനിൽ അമ്പിളി ശ്രീമാൻ പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ തന്നെ ജൂഡും പങ്കുവയ്ക്കാനുണ്ട്. അന്ന് ഈവനിങ്ങിൽ തോമസ് മാത്യുവിൻ്റെ മെസ്സേജും ഈവനിങ് ഉണ്ട്. അങ്ങനെ അവരുടെ പ്രാക്ടിക്കൽ മിനിസ്ട്രി ഓരോരുത്തരുടെ ഉണ്ട്. പ്രാക്ടിക്കൽ മിനിസ്ട്രി ചെയ്യാനുള്ളവരുടെ ലിസ്റ്റ് ഇനിയും ഓൺ ദ പെൻഡിങ്ങിൽ ഫിനിഷ് ചെയ്യാനുള്ളവർ എന്നെ അപ്ഡേറ്റ് ചെയ്യണം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നാം ഈ കേൾക്കുന്ന സന്ദേശങ്ങളൊക്കെ മനസ്സിലാക്കുകയും സെമിനാരി ക്ലാസ്സുകൾ സമയമെടുത്ത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക. സെമിനാരിയുടെ ക്ലാസ്സുകൾ മെയിൽ കിട്ടാനായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അപ്ഡേറ്റ് ചെയ്യണം, മറക്കരുത്. ഓൾ ദ ബെസ്റ്റ്. കർത്താവ് നിങ്ങളെ എവരെയും ശക്തമായി ഉപയോഗിക്കട്ടെ.